തിരികെ എത്തുന്നു. ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളിയിരുന്നു. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രതിപക്ഷ എംഎൽഎമാർ നേരത്തെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുന്നുണ്ടോ? ഇനി ധനാഭ്യർത്ഥന നമ്പർ 18 നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന് ഉപേക്ഷയെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്ലാൻ അനുവദിച്ചിരിക്കുന്നു. കുടുംബക്ഷേമം എന്ന 19 നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. വിഷ്ണു വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. വിഷ്ണു, സഭയിൽ സംഭവിച്ചതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. എന്തായാലും വളരെ അസ്വാഭാവികമായ നടപടികളൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുന്നത് നമ്മൾ ഇപ്പോൾ തത്സമയം കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ സംഭവിച്ചത്? ഫിജി, പ്രധാനമായും ഇന്ന് ടി പി ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ട് സർക്കാർ 3 പ്രതികളെ പുറത്തുവിടാനായി തീരുമാനം നേരത്തെ നടത്തിയിരുന്നു. ഈ നീക്കത്തിനെതിരെ ഇത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനാണ് ഇന്ന് പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നേരത്തെ തന്നെ ഇതിനൊരു നിലപാട് സ്വീകരിച്ചതാണെന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു സ്പീക്കറിന്റെ ഭാഗമുണ്ടായ മറുപടി. അതിനുശേഷം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനമെടുത്ത സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ ഭയമാണ്, ഇതിനൊരു മറുപടി നൽകാൻ സർക്കാരിന് കഴിയില്ല, അതുകൊണ്ടാണ് ഇത് ചർച്ചയ്ക്ക് വയ്ക്കാത്തതെന്നും ചൂണ്ടിക്കാട്ടി. ഇതോടെ തന്നെ ഈ പ്രത്യേകിച്ച് നടത്തേണ്ടിരുന്ന ഈ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു. അതിനുശേഷം സബ്മിഷനായി ഇത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരുന്നു. സഭയിൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത് സബ്മിഷനായി അനുവദിക്കാൻ ഉള്ള അവസരവും ലഭിക്കാതെ പോയി. അതിനുശേഷം ധനാഭ്യർത്ഥന മേൽക്കുള്ള ബില്ലുകളാണ് ചർച്ച ചെയ്തത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. ടി പി വധക്കേസിൽ ജയിലിൽ കഴിയുന്ന 3 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയ സർക്കാർ നീക്കം അത് ശരിയായ നടപടിയല്ല. ഇതിൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ തക്കതായ തെളിവുകൾ പക്കലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് സർക്കാർ സാഹചര്യം ഒരുക്കിയത്. ഇതിനുവേണ്ടി മാത്രം സർക്കാർ ഉത്തരവുകൾ ഇറക്കിയിരുന്നു. പ്രതികൾക്ക് ജയിലിൽ മദ്യവും മയക്കുമരുന്നും അടക്കം വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ പ്രതികൾക്ക് അതിനുള്ളിൽ നിന്ന് മയക്കുമരുന്നും മദ്യവും കച്ചവടം വരെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. മൊബൈൽ ഫോണുകൾ വരെ അവർക്ക് ലഭിക്കുന്നു. പ്രതികൾക്ക് വേണ്ട എല്ലാ സൗകര്യവും, എയർ കണ്ടീഷൻ ഒഴികെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ പ്രതികളെ CPM ഭയക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് കെ രമ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറുപടിയുമായി രംഗത്ത് വന്നത്. ആരും അറിയാതെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ നടത്തിയെന്ന് കെ രമ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള സന്ദേശം സർക്കാരിന് പ്രതികൾ നൽകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ CPM നേതൃത്വത്തിന് ഭയമാണെന്നും ഈ നീക്കം സർക്കാർ തുടർന്നാൽ ശക്തമായി നേരിടുമെന്നും കെ രമ വ്യക്തമാക്കി. അതോടൊപ്പം സംഭവത്തിൽ ഗവർണറെ കാണാനാണ് തീരുമാനം എന്നും അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു, മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക പോലും ചെയ്തില്ല. സ്പീക്കറാണ് ഈ അനുമതി നിഷേധിക്കുന്നതായി പറയുന്നത്. അത്തരത്തിൽ ആണോ സംഭവങ്ങൾ അരങ്ങേറിയത്? അതൊരു വിമർശനമായി കെ രമ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പുറത്ത്. തീർച്ചയായിട്ടും അത്തരത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി സംസാരിക്കേണ്ട വിഷയത്തിൽ സ്പീക്കർ തന്നെയാണ് മറുപടി നൽകിയത്. സ്പീക്കർ മറ്റാരെയും സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതും വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. അതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം എടുത്തു കാട്ടുന്നത്. അതായത് സ്പീക്കർ അല്ല ഇതിന് മറുപടി നൽകേണ്ടത്. മുഖ്യമന്ത്രി എണീറ്റ് നിന്ന് മറുപടി നൽകേണ്ട കാര്യത്തിൽ ഒരു വിധത്തിലുള്ള ഒരു അംഗീകാരവും ലഭിച്ചില്ല. അതുമാത്രമല്ല, ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോയിട്ട് അവതരിപ്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. ഇപ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കം? എന്താണ്? കെ രമ മറ്റുള്ളവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി ഗവർണറെ കാണും. ഈ വിഷയം തന്നെ എങ്ങനെ സഭയിലല്ല പുറത്ത് എങ്ങനെ കൊണ്ടുവന്ന് ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്? ഫിജി, ഈ നീക്കവുമായി സർക്കാർ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് ഒരുങ്ങാനാണ് ഈ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും വളരെ ശക്തമായി ഇതിനെ നേരിടുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചത്. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രത്തോളം വലിയൊരു പ്രക്ഷോഭമാണ് ഇതിനായി ഒരുങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണറെ നേരിട്ട് കാണുന്നുണ്ട്. ഈ വിഷയവുമായി
ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഏതായാലും പ്രതികളെ ഒരു തരത്തിൽ സംരക്ഷിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. പുതിയ നീക്കം സർക്കാരിന്റെ ഈ ഒരു തീരുമാനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഇത് തുടരാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം. സുജി, എന്ത് കാരണത്താലാണ് ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നത്? ഒരുപക്ഷെ വിഷ്ണു പറഞ്ഞിരുന്നെങ്കിൽ അതൊന്ന് ഒരിക്കൽ കൂടി ഊന്നി പറയാമോ? എന്ത് കാരണത്താലാണ്? കാരണം ഇത്രയും ശക്തമായ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോഴും അടിയന്തര പ്രമേയത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ഉന്നയിക്കുമ്പോഴും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇതിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും, സഭയിൽ എന്ത് നടക്കുമെന്നൊക്കെ വളരെ തീക്ഷ്ണതയോടെ ജനം നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്ത് കാരണം പറഞ്ഞാണ് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്? തീർച്ചയായിട്ടും ഫിജി, ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ തന്നെ അത് വലിയൊരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇന്ന് ഈ വിഷയം നോട്ടീസ് നൽകിയത് അവതരിപ്പിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ സ്പീക്കർ അറിയിച്ചത് ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രാധാന്യം ഇല്ലാത്തൊരു വിഷയമാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഒരു തരത്തിലുള്ള പ്രാധാന്യം ഈ വിഷയത്തിലില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നേരത്തെ സ്വീകരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അവതരിപ്പിക്കേണ്ടതില്ല എന്നാണ് സ്പീക്കർ തുറന്നു പറഞ്ഞത്. മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് കാത്തു നിൽക്കാതെയാണ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചത്. ഇതിനെതിരായി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സഭയിൽ ഇന്ന് നടന്നത് പൂർണ്ണമായും അത്തരത്തിലുള്ള ഒരു നാടകീയമായ ഒരു സംഭവം തന്നെയാണ് അരങ്ങേറിയത്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത്. പൂർണ്ണമായും പ്രതിഷേധിച്ചു തന്നെ. അത് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു സബ്മിഷനെ അവതരിപ്പിക്കാം, പക്ഷേ പ്രതിപക്ഷം അത് അംഗീകരിച്ചില്ല. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തിന് പ്രതിഷേധം ശക്തമായതോടെ സബ്മിഷനുള്ള അനുമതിയും നൽകിയില്ല. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷത്തിനും ഉറപ്പുണ്ടായിരുന്നു ഈ അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിക്കപ്പെടില്ല, അതിന് അനുമതി കിട്ടില്ല എന്ന്. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നത് പ്രതിപക്ഷത്തിന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പ്ലക്കാർഡും മറ്റും കരുതി ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ തന്നെ കരുതി കൂട്ടി ഇറങ്ങിയതും, അല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഭയിൽ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഒരു രൂപമുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഒരു വലിയ വിഷയമായി തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. സർക്കാരിന് വലിയ തിരിച്ചടി ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ ഒരു മറുപടി പറയേണ്ട ഒരു പ്രതിബദ്ധതയുണ്ട്. അതിന് സർക്കാരിന് എത്രത്തോളം വ്യക്തമായി മറുപടി നൽകാൻ പറ്റുമെന്നോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഒരു വലിയ വിഷയവുമായി അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ വന്നത്. ഏതായാലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും, ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം. അതിനെയാണ് സർക്കാർ ഇപ്പോൾ തടഞ്ഞത്. പൂർണ്ണമായി ഇതിനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തടയിടലാണ് ഇപ്പോൾ നടന്നത്. അതിനപ്പുറത്തേക്ക് സർക്കാരിന് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഒരു ചിന്താഗതി. ഏതായാലും പ്രതിപക്ഷം അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയം പൂർണ്ണമായി അവതരിപ്പിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ഇത് കടക്കും. സർക്കാർ നീക്കം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടും എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണം. തീർച്ചയായും TP കേസിൽ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കത്തിനെതിരെ, സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് അടിയന്തര പ്രമേയത്തിന് ശ്രമിച്ചത്, നോട്ടീസ് നൽകിയത്. പക്ഷേ ഭരണപക്ഷം അത് അംഗീകരിച്ചില്ല. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ പോലും ഭരണപക്ഷം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല. സ്പീക്കർ തന്നെ ഇടപെട്ട് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകില്ല എന്ന് പറയുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷ ബഹളമുണ്ടായി. അതിനുശേഷം പ്രതിപക്ഷ സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ നേതാക്കൾ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കണ്ട ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു.